ഹരി ഓം. അധ്യായം 5. നാനാവിധ സ്ത്രീകൾ വൃന്ദാവനത്തിലെത്തി ഗോപികമാരായി മാറുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനോട് തുടർന്ന് അരുൾ ചെയ്തു: പല സ്ത്രീകളും വൃന്ദാവനത്തിലെത്തി ഗോപികമാരായി മാറി. അവർ ആരെല്ലാമായിരുന്നുവെന്ന് ഇനി പറയാം. ഗോപികമാരായി വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയുടെ സഖിമാർ ഉണ്ടായിരുന്നു. ഊർധ്വ വൈകുണ്ഠത്തിലെ ദേവിമാരും ക്ഷീരസാഗരത്തിൽ നിന്നുണ്ടായ ലക്ഷ്മിയുടെ സഖിമാരും ഉണ്ടായിരുന്നു. കൂടാതെ യജ്ഞനാരായണമൂർത്തിയെ കണ്ട് പ്രേമപരവശരായി തീർന്ന ദേവസ്ത്രീകളും ധന്വന്തരി അപ്രത്യക്ഷനായതോടുകൂടി ദുഃഖിതരായി തീർന്ന സ്ത്രീവേഷം ധരിച്ച് തപസ്സനുഷ്ഠിച്ച ഔഷധികളും ഉണ്ടായിരുന്നു. അതും കൂടാതെ ഭഗവാന്റെ മത്സ്യാവതാര സമയത്ത് മത്സ്യരൂപം കണ്ട് മോഹിച്ച സമുദ്രകന്യകമാരും പൃഥു മഹാരാജാവിനെ കണ്ട് മോഹിച്ച സ്ത്രീകളും നരനാരായണമൂർത്തിമാരുടെ മോഹന സ്വരൂപത്താൽ ആകൃഷ്ടരായി അവരെ കാമിച്ച അപ്സര സ്ത്രീകളും ഉണ്ടായിരുന്നു. അതോടൊപ്പം വാമനമൂർത്തിയെ കണ്ടപ്പോൾ സ്വന്തം കാമുകനായി ലഭിക്കുവാൻ ആഗ്രഹിച്ച സുതലവാസിനികളായ സ്ത്രീകൾക്കും ശേഷാവതാരം കണ്ട് മോഹിതരായി തീർന്ന നാഗകന്യകമാർ എന്നിവർക്കെല്ലാം തന്നെ ലഭിച്ച അനുഗ്രഹം ദ്വാപരയുഗാന്ത്യത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് അവരുടെ അഭിലാഷം സാധിക്കുമെന്നായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഓരോരുത്തരും ഇന്നിന്ന പേരിൽ ഭൂമിയിൽ ജനിക്കുമെന്ന് പിന്നീട് ഭഗവാൻ ബ്രഹ്മാവിനോട് അരുൾ ചെയ്തു. കശ്യപൻ വസുദേവനായും അതിഥി ദേവകിയായും പ്രാണൻ എന്ന വസു വസുദേവ പിതാവായ ശൂരസേനനായും ധ്രുവൻ എന്ന വസു ദേവകനായും ദക്ഷ പ്രജാപതി അക്രൂരനായും വസു എന്ന് തന്നെ പേരുള്ള വസു ഉദ്ധവനായും ജനിക്കുമെന്നും കുബേരനിൽ നിന്ന് ഹൃതീകനും വരുണനിൽ നിന്ന് കൃതവർമാവും ഉണ്ടാകുമെന്നും മരുതദേവത ഉഗ്രസേനനായും അംബരീഷൻ യുയുധാനനായും പ്രഹ്ലാദൻ സാത്യകിയായും ക്ഷീരസാഗരം ശന്തനുവായും ദ്രോണൻ എന്ന വസു ഭീഷ്മപിതാമഹനായും ദിവോദാസൻ ശല്യനായും ഭഗൻ ധൃതരാഷ്ട്രരായും പൂഷ പാണ്ഡുവായും ജനിക്കും. ധർമ്മരാജാവിൽ നിന്ന് യുധിഷ്ഠിരനും വായുദേവനിൽ നിന്ന് ഭീമനും ഉണ്ടാകും. ഇന്ദ്രനിൽ നിന്ന് അർജുനനും ശതരൂപയിൽ നിന്ന് സുഭദ്രയും ജനിക്കും. സൂര്യനാരായണൻ കർണനായും അശ്വിനി ദേവന്മാർ നകുല സഹദേവന്മാരായും ധാതാവ് ബ്ലാഹികനായുമാണ് ജനിക്കുക. അഗ്നിദേവനിൽ നിന്ന് ദ്രോണനും കലിയുടെ അംശമായി ദുര്യോധനനും ചന്ദ്രനിൽ നിന്ന് അഭിമന്യുവും ശിവനിൽ നിന്ന് അശ്വത്ഥാമാവും ഉണ്ടാകും എന്നിങ്ങനെയും ഭഗവാൻ അരുൾ ചെയ്തു. തൻ്റെ മുൻപുണ്ടായിരുന്ന അവതാരങ്ങളിലെ പത്നിമാർ ഈ അവതാരത്തിൽ തൻ്റെ 16,108 പത്നിമാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ബ്രഹ്മാവിനോട് ഇത്രയും പറഞ്ഞതിനു ശേഷം ഭഗവാൻ യോഗമായയോട് ദേവകിയുടെ 7ാമത്തെ ഗർഭത്തെ വസുദേവ പത്നിയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും അതോടൊപ്പം നന്ദന്റെ ഭാര്യയായ യശോദയുടെ ഗർഭത്തിൽ സ്വയം പ്രവേശിക്കണമെന്നും നിർദ്ദേശിച്ചു. ഇപ്രകാരം കേട്ട ബ്രഹ്മാവ് മറ്റു ദേവന്മാരോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രണമിച്ച് ഭൂമിദേവിയെ ആശ്വസിപ്പിച്ച് സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. ഇതോടെ 1-ാം ഖണ്ഡത്തിലെ 5-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.